കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം ഓർപ്പിക്കട്ടെ. പ്രാർത്ഥനയോടും ദൈവാസികത്തോടും കൂടെ ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കർത്താവിൽ ആശ്രയിച്ച് തിരിക്കുകയാണ്. ആവർത്തന പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 28-ാമത് വാക്യം. യോശുവയോട് കൽപ്പിച്ചവനെ ധൈര്യപ്പെടുത്തി ഉറപ്പിക്കുക. അവൻ നായകനായി ഈ ജനത്തെ അക്കരെ കടത്തും. നീ കാണുന്ന ദേശം അവൻ അവർക്ക് അവകാശമായി പങ്കിട്ടു കൊടുക്കും എന്ന് അരുളിച്ചെയ്തു. ഈ വാക്യങ്ങൾ കാട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മോശയോടുള്ള ബന്ധത്തിലെങ്കിൽ മോശയുടെ അവസാന സമയങ്ങളിൽ ദൈവം മോശയോട് സംസാരിക്കുകയും ഒരു കൈമാറ്റം, ഒരു അടുത്ത തലമുറയിലേക്ക് അല്ലെങ്കിൽ അടുത്തൊരു നേതൃസ്ഥാനത്തിലേക്ക് അല്ലെങ്കിൽ അടുത്തൊരു ലീഡർഷിപ്പിലേക്കുള്ള കൈമാറ്റവും കൂടെ നടക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മളിവിടെ വായിപ്പെന്നൊക്കെ ഇടവന്നത്. നമുക്കറിയാം, മോശയുടെ ജീവിതത്തിൽ വന്നൊരു ചെറിയ മിസ്റ്റേക്ക്. സ്തോത്രം. മോശയെ കനാൻ ദേശം കാണുവാൻ, അല്ലെങ്കിൽ കണ്ണുകൊണ്ട് കാണുവാൻ കഴിഞ്ഞു, പക്ഷെ അതിലെത്തി അവിടെ ചെന്ന് അത് അനുഭവിപ്പാൻ മോശയെ ദൈവം അനുവദിച്ചില്ല. അത് നമുക്കറിയാം ഭാഗങ്ങൾ. അങ്ങനെ പിസ്ഗ എന്ന മലമുകളിൽ കയറിയിട്ട് അവിടെ കയറ്റി മോശയോട് ഈ സ്ഥലങ്ങളെല്ലാം നോക്കിക്കാണുവാൻ തക്കവണ്ണം ആരോട് പറയുന്നുണ്ട്? മോശയോട് ദൈവം പറയുന്നു. എന്നിട്ട് പറഞ്ഞൊരു വാചകം നിങ്ങൾ ശ്രദ്ധിച്ചാൽ 27-ാം വാക്യം 3:27 പറയുന്നു, പിസ്ഗയുടെ മുകളിൽ കയറി തലമുക്കി പടിഞ്ഞാറോട്ടും വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും നോക്കി കാണുക. നീ ഈ യോർദാൻ നീ എന്ത് ചെയ്യത്തില്ല, കടക്കയില്ലെന്ന് മോശയോട് പറഞ്ഞു. മോശ വളരെ ശ്രദ്ധേയമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു ചെറിയ തെറ്റ് പോലും ദൈവം കണക്കിടും എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകരുത്. പലപ്പോഴും നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ സാരമില്ല, ചെറുതല്ലേ, അതൊരു വലിയ വിഷയമല്ലെന്നൊക്കെ ചിന്തിച്ച് നമ്മൾ അതിനെ പലപ്പോഴും തള്ളിക്കളയാം. എന്നാൽ തിരുവചനം പറയുന്നത് ചെറിയ വിഷയങ്ങൾ പോലും ദൈവം ശ്രദ്ധിക്കുമെന്നുള്ളതാണ്, അല്ലേ? ഇവിടെയും അതാണ് മോശയുടെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കൊണ്ട് കഴിയുന്നത്. അബ്രഹാമിനെ നമുക്കറിയാം, എല്ലാ യാഗമൃഗത്തെയും പുലർന്നു, പക്ഷികളെയും പുലർന്നില്ല. അതൊരു സില്ലി കാര്യമാണെങ്കിൽ പോലും ദൈവം അത് കണക്കിട്ടു. പിന്നത്തേതിൽ തലമുറകൾ, സ്തോത്രം, 400 വർഷങ്ങൾക്കപ്പുറം അടിമകളായി മിസ്രൈമിൻ്റെ മണ്ണിൽ പാർക്കാൻ കാരണമായൊരു പ്രവൃത്തിയായിരുന്നു അബ്രഹാമിൻ്റെ ആ പ്രവൃത്തി. ഇതുപോലെ മോശയോട് ദൈവം പറഞ്ഞു, ആ പാറയിലേക്ക് നിന്റെ കയ്യിലിരിക്കുന്ന വടിയെ നീട്ടുക. ജനത്തിൻ്റെ സമ്മർദ്ദവും അവിശ്വാസവും പൊറുപെറുപ്പും നിമിത്തം നീട്ടുവാൻ പറഞ്ഞ വടി കൊണ്ട് ആ പാറയെ അടിച്ചു. അവിടെ വെച്ച് ദൈവം പറഞ്ഞതാണ്, നീ യോർദാൻ കടക്കുകയില്ല, നീ കനാൻ ദേശം അനുഭവിക്കുകയില്ല, അത് നീ നോക്കിക്കാണുകയേ ഉള്ളൂ. എന്താൻ്റെ അർത്ഥം? ദൈവമക്കളെ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ, ക്രിസ്തീയ ജീവിതത്തിൽ, പ്രായോഗിക ജീവിതത്തിൽ വരുന്ന ചെറിയൊരു മിസ്റ്റേക്ക് പോലും ദൈവം ഭാവിയിൽ നമ്മുടെ അനുഗ്രഹത്തിന് തടസ്സമായി കണക്കിടുമെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ ഇതെല്ലാം പിസ്ഗ എന്ന മലമുകളിൽ നോക്കിക്കണ്ടു. സ്തോത്രം. മോശയോട് ദൈവം പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യണം. യോശുവ എന്ന ദൈവ മനുഷ്യനെ തിരഞ്ഞെടുത്ത് അവനെ ധൈര്യപ്പെടുത്തി അവനെ ഉറപ്പിക്കുക. സ്തോത്രം. അവൻ ഈ ജനത്തെ അക്കരെ കടത്തും. അടുത്ത് പറയുന്നു, അവൻ അവർക്ക് അവകാശമായി പങ്കിട്ട് ഈ ദേശത്തെ കൊടുക്കുമെന്ന് ദൈവം അരുളിച്ചത്. എൻ്റെ അർത്ഥം, മോശയുടെ അവസാനം നടക്കുമ്പോൾ തന്നെ വേറൊന്നിൻ്റെ ആരംഭം കൂടെ കർത്താവ് ചെയ്യുകയാണ്. മോശയെ നീ അവസാനിക്കുമ്പോൾ നീ കൊണ്ട് വാഗ്ദത്തം തീരുകയില്ല. സ്തോത്രം. പകരം അടുത്ത വാഗ്ദത്തത്തിന് തുടർമാനം, അല്ലെങ്കിൽ വാഗ്ദത്ത പൂർത്തീകരണത്തിലേക്ക് വരുത്താൻ യോശുവ എന്ന ദൈവ മനുഷ്യനെ ദൈവം കണ്ടിട്ടുണ്ട്. എന്നതിൻ്റെ അർത്ഥം എന്നതാ? ഇന്ന് പ്രഭാതത്തിൽ നമ്മോട് സംസാരിക്കുന്ന ഒരു ദൈവിക വെളിപ്പാടാണത്. സ്തോത്രം. ചിലത് തീരുമ്പോൾ, ചിലത് അവസാനിക്കുമ്പോൾ, അത് സ്തോത്രം, നമ്മൾ ചിന്തിക്കും അതോടെ സകലതും തീർന്നു എന്നുള്ളതാണ്. ഇല്ല, ചില വാഗ്ദത്തങ്ങളുടെ കൈമാറ്റങ്ങൾ നടക്കുമെന്നുള്ളതിനകത്ത് സംശയമില്ല. മോശ പിസ്ഗ എന്ന മലമുകളിൽ വെച്ച് മോശയ്ക്ക് അവസാനം വരികയാണ്. എന്നാൽ മോശ അതിന് മുൻപായിട്ട് യോശുവ എന്ന ദൈവ മനുഷ്യനെ കൈവച്ച് അനുഗ്രഹിച്ച് ഇസ്രായേൽ ജനത്തിന്റെ നായക സ്ഥാനത്ത് ദൈവം യോശുവയ്ക്ക് മോശയിലൂടെ കൈമാറുകയാണ്. അവിടെ മുതൽ അങ്ങോട്ട് ഇസ്രായേൽ ജനത്തെ വഴി നടത്തി കനാൻ എന്ന വാഗ്ദത്ത ദേശത്തിലേക്ക് എത്തിക്കുവാൻ തക്കവണ്ണം ദൈവം കാരണമാക്കിയത് യോശുവ എന്ന ദൈവ മനുഷ്യനിലൂടെയാണ്. അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, മോശ തീർന്ന ഇടത്ത് യോശുവ ചില പൂർത്തീകരണങ്ങൾ നടത്തുവാൻ തക്കവണ്ണം, ദൈവം ശക്തിപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടവന്നെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ അവസാനിച്ചുവെന്ന് ചിന്തിക്കുന്ന ഇടത്ത് ചിലതിനെ ആരംഭം കുറിപ്പാനും പൂർത്തീകരണം നടത്തുവാനും സാധ്യമാക്കി തരുന്ന ഒരു ദൈവപ്രവൃത്തി
ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് വേണ്ടി വെളിപ്പെട്ട് വരാൻ പോകുകയാണ്. അതിനുവേണ്ടി നമുക്ക് ആ ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, സന്ദേശത്തിനായിട്ട് നന്ദിയോടെ കർത്താവിന് സ്വാതന്ത്ര്യം ചെയ്യുന്ന ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ്. അവിടെ നിന്ന് ചെറുകടിയിൽ ഞങ്ങളെ മറയ്ക്കണമേ. അവസാനിച്ചുവെന്ന് കരുതുന്ന ചില വിഷയങ്ങളുടെ പൂർത്തീകരണങ്ങൾ കാണുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഇടവരുത്തി അവിടെ നിന്ന് സഹായിക്കണം. ഇവർക്ക് അനുഗ്രഹവും ആശ്വാസവുമായി മാറുവാൻ സ്വർഗം ഇടവരുത്തും. എല്ലാ മഹത്വവും കർത്താവിന് യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.